കാസർഗോഡ് കർണാടക അതിർത്തിയായ തലപ്പാടിയിൽ വാഹനാപകടത്തിൽ മരണം 6 4 സ്ത്രീകളും ഓട്ടോ ഡ്രൈവറും 10 വയസ്സുള്ള ഒരു കുട്ടിയുമാണ് മരിച്ചത്. അമിത വേഗതയാണ് അപകട കാരണമെന്നാണ് വിവരം. ബ്രേക്ക് നഷ്ടപ്പെട്ട ബസ് പിന്നിലേക്ക് വന്ന് ഓട്ടോയിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. ഇതിനുശേഷം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഇടിച്ചു കയറി. ഓട്ടോയിൽ ഉണ്ടായിരുന്നവരും ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഇരുന്നവരുമാണ് മരിച്ചത്. കൂടുതൽ വിശദാംശങ്ങളുമായി അനഘ ഹർഷൻ ചേർന്നുണ്ട്. അനഘ, മരണസംഖ്യ ഉയരുന്ന സാഹചര്യമാണുള്ളത്. എന്താണ് പരിക്കേറ്റവരുടെ സ്ഥിതി? സങ്കടകരമായ ഒരു വാർത്തയാണ് ഈ അപകടവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. ഈ ബസ് അപകടത്തിൽ മരണം 6 ആയിരിക്കുന്നു എന്ന ഏറ്റവും സങ്കടകരമായ വാർത്തയാണ് പുറത്തു വരുന്നത്. നേരത്തെ തന്നെ ഈ ഓട്ടോയിൽ ഉണ്ടായിരുന്ന ഈ ഓട്ടോ ഓടിച്ചിരുന്ന ഓട്ടോ ഡ്രൈവർ, അതുപോലെ തന്നെ ഓട്ടോയിന് അകത്തിരുന്ന 11 വയസ്സുള്ള കുട്ടി, അതുപോലെ തന്നെ 2 സ്ത്രീകൾ, ഇവരായിരുന്നു ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഇവർ മരണപ്പെട്ടിരുന്നു. അതിനുശേഷം പിന്നെ അതീവ ഗുരുതരാവസ്ഥയിൽ 2 പേരെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇവർ കൂടി മരണപ്പെട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ബസ് അമിത വേഗതയിലായിരുന്ന ഈ ബസ്, അതായത് ഈ കാസർഗോഡ് അതുപോലെ തന്നെ കർണാടക ബോർഡർ ആയിട്ടുള്ള ഈ തലപ്പാടി ഭാഗത്ത് വെച്ച് അമിത വേഗതയിൽ വരികയായിരുന്ന ബസ് ആദ്യഘട്ടത്തിൽ അവിടെ റോഡ് മുറിച്ചു ക്രോസ് ചെയ്യാനായി നിർത്തിയിട്ട ഒരു ഓട്ടോറിക്ഷയിൽ ഇടിക്കുന്നു. അതിനുശേഷം പിന്നീട് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഈ ബസ് ഇടിച്ചു കയറുകയാണ് ചെയ്തിരുന്നത്. അതിന് CCTV ദൃശ്യങ്ങളിലടക്കം അങ്ങനെയാണ് ഉള്ളത്. അതിനുശേഷം ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ നിന്നിരുന്ന 2 സ്ത്രീകളുടെ മുകളിലൂടെയാണ് ഈ ബസ് കയറിയത്. അതുപോലെ തന്നെ ഓട്ടോറിക്ഷ മുഴുവനും ഈ അപകടത്തിൽ തകർന്നിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾക്കാണ് പരിക്ക് പറ്റിയത്. ഈ ബസ്സിന് അകത്തുണ്ടായിരുന്നവർക്ക് നിസാര പരിക്കുകൾ മാത്രമാണ് ഉണ്ടായത്. ഈ പരിക്ക് പറ്റിയവരെയൊക്കെ തന്നെ മംഗലാപുരത്തെ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഈ പരിക്ക് പറ്റിയതിൽ 2 പേരുടെ നില അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ്. അവിടെ നിന്നിരുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ നിന്നിരുന്ന അവർക്കും ഇത്തരത്തിൽ പരിക്കുകളുണ്ട്. അവരൊക്കെ തന്നെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. നിലവിൽ ആരുടെയും പരിക്ക് വലിയ ഗുരുതരമല്ല എന്നാണ് ഈ ബസ്സിലുണ്ടായിരുന്നവരുടെ പരിക്ക് ഗുരുതരമല്ല എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ബസ്സിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് ആദ്യഘട്ടത്തിൽ തന്നെ മനസ്സിലാക്കുന്നത്. അതായത് ഈ ബസ്സിന്റെ ടയർ പ്രാഥമിക പരിശോധനയിൽ തന്നെ ഈ ബസ്സിന്റെ ടയർ ഒരു തേഞ്ഞു തീർന്ന ഒരവസ്ഥയിലായിരുന്നു. അതുകൊണ്ടാണ്, പ്രത്യേകിച്ച് മഴയാണ്, ഈ സമയത്ത് ബ്രേക്ക് കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാകാം എന്നാണ് പ്രാഥമികമായ നിഗമനം. എന്തായാലും സ്ഥലത്ത് പരിശോധന നടക്കുന്നുണ്ട്. ഈ പരിശോധനയിൽ മാത്രമേ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തത വരൂ. ശരി, അനഘയാണ് വിവരങ്ങൾ നൽകിയത്.